അങ്ങനെ ഒരു മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഇസ്താംബുളിൽ നിന്ന് കപ്പഡോക്കിയ എയർപോർട്ടിലെത്തി. വളരെ ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ ഇത്. കാണുമ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ തോന്നുമെങ്കിലും സമയം ഇവിടെ രാത്രി 8:30 കഴിഞ്ഞ് 9 മണിയായിട്ടുണ്ട്. ഇവിടെ വന്ന് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എയർപോർട്ട് ടാക്സിയിൽ ഹോട്ടലിലേക്ക് പോവാം എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നിയത് ഇത് ഇസ്താംബുൾ പോലെ അത്ര വലിയ സിറ്റി ഒന്നുമല്ല. പിന്നെ നമ്മളിവിടെ ഒരു 3 ഡേയ്സോളം ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ടാക്സിയോ ബസ്സോ ട്രാമോ ഒക്കെ നമുക്ക് കിട്ടാൻ അവൈലബിൾ ആയിരിക്കില്ല. കുറച്ചുകൂടി നല്ലത് റെൻ്റ് കാർ എടുക്കുന്നതെന്ന് തോന്നി. അങ്ങനെ നമ്മൾ കാറിൽ ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ. വഴിയിൽ കുറേ പേര് ഹോഴ്സ് റൈഡിങ്, ക്യാമൽ റൈഡിങ്, ക്വാഡ് ബൈക്ക്, ജീപ്പ് സഫാരി അങ്ങനെ പല പല ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റി. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ സെൽഫ് ബുക്കിംഗ് ആണ് ചെയ്തത്. പിന്നെ ഇത് ഹോളിഡേയ്സൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹോട്ടൽസ് നമ്മൾ ബുക്ക് ചെയ്യുന്നതൊക്കെ റിജക്റ്റ് ആയി പോകാമെന്ന് കേട്ടോ. ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞങ്ങൾക്ക് ഈ ഒരു ഹോട്ടൽ കിട്ടിയത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടൽസും ഇതുപോലെ കേവ് മോഡലാണ് കേട്ടോ. അണ്ടർഗ്രൗണ്ട് കേവ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ റൂഫ് ടോപ്പിൽ പോയി നിന്ന് നമുക്ക് എയർ ബലൂൺസ് പറക്കുന്നത് കാണാം. അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ വേറെ കാണിക്കാം. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേവ് ഹോട്ടൽ, കേവ് റൂമിലൊക്കെ താമസിക്കുന്നത്. ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ളൊരു റൂമായിരുന്നു ഇത്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു ഈ ഒരു ജക്കൂസ് ബാത്ത്. പകൽ മുഴുവൻ നടന്ന് ടയർഡായി കൈയും കാലൊക്കെ വേദന എടുത്ത് റൂമിൽ വന്ന് ഇതുപോലെ ഒരു ഹോട്ട് ബാത്തൊക്കെ നടത്തുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു തെറാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു നമുക്കൊരു സ്റ്റേ ആയിരുന്നു ഈ ഒരു കേവ് ഹോട്ടൽ. ഇതാണ് ജെറോം സിറ്റി. ഇവിടുത്തെ അത്യാവശ്യം സ്ട്രീറ്റ് ഫുഡ്സും അതുപോലെ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ നമ്മൾ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ ഇങ്ങോട്ട്. ഒരുമാതിരി എല്ലാ ടൂറിസ്റ്റേഴ്സും അവരുടെ നൈറ്റ് സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.